നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സിലായിരിക്കും. സംടൈംസ് ക്യാഷ് ആയിട്ടായിരിക്കും, സംടൈംസ് നിങ്ങൾ ഗൂഗിൾ പേ വഴിയായിരിക്കും കസ്റ്റമർ പേയ്മെൻറ്റ് തരുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയായിരിക്കും. നിങ്ങളുടെ ഓരോരോ ഷോപ്പിലും ഡിഫറെൻറ്റ് മെത്തേഡ്സിലായിരിക്കും ക്യാഷ് കാർഡ് കളക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്ന് ഇതുപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റിലെത്തുന്ന സമയത്ത് നമുക്കിവിടെ ഏത് മോഡിലാണ് അയാൾ പേയ്മെൻറ്റ് തന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാഷിലാണെങ്കിൽ ഇനി അത് സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ആ പേയ്മെൻറ്റ് മോഡ്സ് നമ്മുടെ അഡ്മിനിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സെറ്റിങ്സിൽ സൺ ഓഫ് ടൂസിൻ്റെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഈ പേയ്മെൻറ്റ്സ് മോഡ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഷോപ്പിനകത്തുള്ള എല്ലാ പേയ്മെൻറ്റ് മോഡ്സും, നിങ്ങൾ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന എല്ലാ മോഡ്സും അതിൻ്റെ പ്രിവിലേജ്ഡ് ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ക്യാഷ് ഫസ്റ്റ് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട് കൊടുത്തു, അതേപോലെ കാർഡ് സെക്കൻഡ് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇനി ഞാൻ ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI കോമൺ ആയിട്ട് UPI എന്നുള്ള രീതിയിൽ തേർഡ് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ ഷോപ്പിൽ ഇനി അടുത്ത ഇൻവോയ്സ് ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഷോപ്പിൻ്റെ പേജിലേക്ക് ഈ ഓർഡറിൽ തന്നെ വരും. എനിക്ക് കൂടുതലുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് അഡീഷണൽ ഉള്ളതും ആഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.